ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഇന്നലെയാണ് പ്രതി NM നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഷീല സണ്ണി 1 വർഷമായി നടത്തിവന്ന നിയമ പോരാട്ടങ്ങളുടെ ഫലപ്രാപ്തിയിൽ എത്തുകയാണ്. പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നീതി പടിവാതിൽക്കിലെത്തിയെന്ന പ്രതീക്ഷയിലാണ് ഷീല സണ്ണി. ബാഗ് എടുത്തു, ബാഗ് തുറന്നു. ഇപ്പൊ രണ്ടാമത്തെ കള്ളിയിൽ സിബ് ഉണ്ട്, ഉള്ളിൽ ഒരു സിബിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് ഒരു ചെറിയ പേപ്പർ പൊതിമാതിരി എടുത്തു. എന്നിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബില്ലൊക്കെ ആയിരിക്കും ഉള്ളിൽ പോയിരുന്നത്. അപ്പൊ ആളത് തുറന്നിട്ട് പറഞ്ഞു ഇതാണ് സ്റ്റാമ്പ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചോളൂ, ഇതാണ് സ്റ്റാമ്പ് അങ്ങനെയാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ താഴെ ഇറക്കി അവരുടെ ജീപ്പിൽ കയറ്റി ചാലക്കുടി എക്സൈസ് ഓഫീസിലേക്ക് അവിടെ കൊണ്ടുപോയി. വ്യാജ ലഹരി കേസിൽ കുടുക്കിയതിനെ തുടർന്ന് 72 ദിവസമാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണി ജയിലിൽ കഴിഞ്ഞത്. കേസിലെ ഫോറൻസിക് ഫലമാണ് നിരപരാധിയാണെന്ന സത്യം പുറം ലോകത്തെ അറിയിച്ചത്. അപ്പോഴും ഫോറൻസിക് റിപ്പോർട്ടടക്കം മറച്ചുവെക്കാൻ എക്സൈസ് ശ്രമിച്ചു. മാധ്യമിടപെടൽ എക്സൈസിന്റെ പൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. പിന്നാലെ 1 വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടം. ആ കേസിലാണ് മുഖ്യപ്രതിയായ NM നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. വിഷലിപ്തമായ പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. വ്യാജാരോപണം ജീവിതം തന്നെ ഇല്ലാതാക്കും. നിരപരാധിയായ ഒരു സ്ത്രീയെ 72 ദിവസം ജയിലിൽ അടച്ചതിന് ആര് നഷ്ടപരിഹാരം നൽകുമെന്ന് കോടതി ചോദിച്ചു. കള്ളക്കേസിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണം. പ്രതി 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട്. കള്ളക്കേസുകളുടെ കാര്യത്തിൽ നിലവിലെ ശിക്ഷ പര്യാപ്തമാണോ എന്ന് പാർലമെന്റ് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട കോടതി കേസിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ചു. ഷീല സണ്ണിയെ കുടുക്കാൻ ബന്ധുവിന് ലഹരിമരുന്ന് കൈമാറുകയും എക്സൈസ് ഉദ്യോഗസ്ഥനായ സതീഷിന് വിവരം കൈമാറുകയും ചെയ്തത് നാരായണദാസാണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചന വന്നതിന് പിന്നാലെയാണ് നാരായണദാസ് മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തിയത്. 24 തൃശൂർ.